ഇന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഒരുങ്ങിക്കിട്ട് ഒരു കല്യാണത്തിന് പോകുവാണ്. നടക്കുന്നത് ഇടുക്കി വാഴത്തോപ്പിലാണ്. എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ട സ്ഥലമാണ്, കാരണം ഞാൻ പഠിച്ചത് ഇവിടെയാണ്. 12:30 ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തി കേട്ടോ. പഠിച്ച സ്കൂളും ക്ലാസ് റൂമും ഒക്കെ ഒന്നുകൂടെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇതാണ് വാഴത്തോപ്പ് കത്തീഡ്രൽ ചർച്ച്. ലേറ്റ് ആയി ഓർത്താണ് വന്നപ്പോ തന്നെ ആളുകളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളേ. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ വന്ന് എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. ഒന്നുകൂടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ഒന്നുകൂടെ വരാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ. പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാരും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയെ. ആദ്യം അപ്പോ നല്ല ബീഫ് സ്റ്റൂ ആയിരുന്നേ. അത് കഴിഞ്ഞ് ചോറും മീൻകറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചേ. പിന്നെ എന്റെ ഫേവറേറ്റ് ഐസ്ക്രീമും ഗുലാബ് ജാമും ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ മുരിക്കാശ്ശേരി പുതിയ പള്ളി കാണാൻ പോയി. പിന്നെ ഞങ്ങൾ നേരെ മുരിക്കാശ്ശേരി FCC കോൺവെന്റിലാണ് വന്നേക്കുന്നത്. എന്റെ ഒരു ആന്റീനെ കാണാനാണ് കേട്ടോ. അവരുടെ പൂന്തോട്ടൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ വേനക്കും പൂന്തോട്ടൊക്കെ എന്നെ അടിപൊളിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ നോക്കി. ഒരു റോസാ തോട്ടം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അവിടുന്ന് ചൂട് ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ചേ. ഈ പട്ടിയാണ് ഞങ്ങളെ കണ്ടപ്പോ തൊട്ടേ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുറെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പോരാത്തനൊരു ക്യൂട്ട് പശുക്കിടാവും ഉണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ ഏലച്ചെടി. നമുക്ക് ഏലക്ക കിട്ടുന്നത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പാഷൻ ഫ്രൂട്ട് ഒക്കെ പഴുത്ത് നിപ്പുണ്ടായിരുന്നേ. ഈ ചെടിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചെടി കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വനത്തിൽ കൂടെ പോകുന്നതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആവാനും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി. അതേ സൂര്യനൊക്കെ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു നേരം ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നത്. നന്നായിട്ട് ഇരട്ടിയിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ ചെന്ന് ചക്കപ്പുഴുക്കും കോഴിക്കറിയും കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ അന്ന് കിടന്നു കേട്ടോ.